നമ്മുടെ ഡെഡ് പൂള് തോറിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതായത് പുള്ളിയുടെ പിൻ പാർട്ടിക്കിൾ വെച്ചിട്ട് ആ മ്യോൾഡറിനെ വലുതാക്കിയിട്ടാണ് തോറിനെ കൊല്ലുന്നത്. അതേപോലെ ഡെഡ് പൂൾ എങ്ങനെയാണ് ഹൾക്കിനെ കൊല്ലുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഓഫ് കോഴ്സ് ഹൾക്കിൻ്റെ ഡ്യൂറബിലിറ്റി നമുക്കറിയാം. പുള്ളിനെ വെട്ടിയും കുത്തിയും ഒന്നും കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ ഹീറോസിനെയും കൊന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹൾക്കിൻ്റെ അടുത്തേക്ക് ഡെഡ് പൂൾ പോവാണ്. പക്ഷേ ഓഫ് കോഴ്സ് ഡെഡ് പൂളിൻ്റെ തല വേറെ കാല് വേറെ ആയിട്ട് പിച്ച് ചീന്തി എറിഞ്ഞ് കൊല്ലുകയാണ് നമ്മുടെ ഹൾക്ക്. അങ്ങനെ ഹൾക്കിൻ്റെ എനിമീസിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും നീ കൊന്നു. പക്ഷേ ഹൾക്കിൻ്റെ എനിമീസിനെ ഹൾക്കേ കൊല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഡെഡ് പൂളിനെ ഇപ്പം ഇങ്ങനെ പിച്ച് ചീന്തി കളഞ്ഞത്. എന്നിട്ട് ഹൾക്കിന് ആരും വേണ്ട, ജസ്റ്റ് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ പുള്ളി പതിയെ ബ്രൂസ് ബാനറായി മാറുകയാണ് കൂളായിട്ട്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഡെഡ് പൂളിന് ഹീലിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. പുള്ളിയുടെ തല വേറെ കുടൽ വേറെ ആക്കിയിട്ടാലും പുള്ളി വീണ്ടും റീജനറേറ്റ് ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ ഹൾക്ക് ബ്രൂസ് ബാനറായി ഉറങ്ങിപ്പോയി. ആ ടൈമിൽ തന്നെ ഡെഡ് പൂൾ റീജനറേറ്റ് ആയിട്ട് വന്നിട്ട് പുള്ളിയുടെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ബ്രൂസ് ബാനറിൻ്റെ തല തന്നെ അങ്ങ് വെട്ടിക്കളയാണ്. അങ്ങനെയാണ് നമ്മുടെ ഹൾക്കിനെ ഡെഡ് പൂൾ കൊല്ലുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ബ്രൂസ് ബാനറിൻ്റെ തല എങ്ങനെ വെട്ടിക്കൊല്ലാൻ പറ്റും, ആ ടൈമിൽ ബ്രൂസ് ബാനർ ഹൾക്കായി മാറില്ലേന്നൊക്കെ. അതൊക്കെ റൈറ്റേഴ്സിൻ്റെ കയ്യിലല്ലേ. ഡെഡ് പൂൾ ഇപ്പോൾ ഇവരെ കൊല്ലണം എന്ന് വിചാരിച്ചു, അതുകൊണ്ട് കൊന്നു.